ഈ വീഡിയോയിൽ രണ്ട് പ്രത്യേക വിഷയങ്ങളാണ്. രണ്ട് പ്രത്യേക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഹമാസിന്റെ മേളിൽ നല്ല രീതിയിലുള്ള സമ്മർദ്ദം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ടണലിന്റെ ഉള്ളിലിരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള പണി കൊടുക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. ടണൽ പൊട്ടിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എത്ര പേര് ടണലിന്റെ ഉള്ളിൽ ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്നുള്ളത് അറിയില്ല. ഈ രീതിയിലുള്ള അൺസർട്ടനിറ്റിയൊക്കെ ഗാസയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഗാസയെ കൺട്രോൾ എടുക്കാൻ തന്നെ വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഹമാസ് ആയുധം താഴെ വെക്കില്ല, ഞങ്ങൾ വെപ്പൺ ലേ ഡൗൺ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മാറ്റി മറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലിന് ഒരു ഉറപ്പില്ല. ഏത് നേരത്തും വീണ്ടും യുദ്ധം തുടങ്ങിയേക്കാം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാണ്. അപ്പോൾ ഇന്തോനേഷ്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഏതാണ്ട് 20,000 പേര് ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന് വേണ്ടിയിട്ട് 20,000 സോൾജേഴ്സിനെ അവർ അയക്കും ഗാസയ്ക്കുള്ളിൽ. ഈ ഗാസയ്ക്കുള്ളിൽ അയക്കാന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഹമാസിനെതിരെ നിലകൊള്ളാനാണ് ഈ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുസ്ലിംസിനെ തന്നെ എക്സാക്ട്ലി കൊണ്ടുവരുന്നത് അവിടെ. അതുകൊണ്ടാണ് അവിടെ പാകിസ്ഥാൻ റോൾ വരുന്നത്, അതുകൊണ്ടാണ് അവിടെ അസർബൈജാൻ റോൾ വരുന്നത്, അതുകൊണ്ടാണ് ഇന്തോനേഷ്യക്ക് റോൾ വരുന്നത്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രബോവോ സുബിയാന്തോ അയാൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 20,000 പേരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അയക്കാൻ തയ്യാറാണ്. ഇനി ഇസ്രായേൽ, അറബ്, അമേരിക്കൻ സഖ്യം അവർ പറയണം, അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി അസർബൈജാനാണ് കാര്യങ്ങൾ പറയേണ്ടത്, ഇനി പാകിസ്ഥാനാണ് തീരുമാനിക്കേണ്ടത്. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇതാണ് ഗാസയുടെ ഇപ്പം നിലവിലുള്ള അവസ്ഥ. ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ പുറത്തു പോകാൻ താല്പര്യമുള്ള ആൾക്കാരെ പല രാജ്യങ്ങളെടുത്തും ചോദിച്ച്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ റീജിയനിലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പോകാൻ താല്പര്യമുള്ള ആൾക്കാരെ ഇസ്രായേൽ കയറ്റി അയക്കും, ഫ്രീ സർവീസാണ്. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഏതാണ്ട് 40,000 പേരെ ഇതുവരെ കയറ്റി അയച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നിലവിലുള്ള വാർത്തകളൊക്കെ വരുന്നത്. അതൊരു സൈഡിൽ സൈലന്റ് ആയിട്ട് റീലൊക്കേഷന്റെ ആ പ്രോജക്റ്റ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ട് വിഷയം ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആ രണ്ട് വിഷയം പറയുന്നതിന് മുമ്പ് ഈ ഇസ്രായേലിന്റെ അപ്ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ കൂട്ടി പറഞ്ഞത്. ഈ രണ്ട് വിഷയം ഞാൻ പറഞ്ഞത്, ഒന്ന് കസാഖസ്ഥാൻ എടുത്ത നിലപാട്. കസാഖ്സ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടല്ലോ, അതായത് ഈ റഷ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കസാഖ്സ്ഥാൻ, പണ്ടത്തെ റഷ്യൻ ഫെഡറേഷനിൽ ഉണ്ടായിരുന്ന, സോവിയറ്റിന്റെ കീഴിലുണ്ടായിരുന്ന രാജ്യം കസാഖ്സ്ഥാൻ. ആ രാജ്യം എടുത്ത നിലപാട്, അതായത് അബ്രഹാം അക്കോർഡിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് എടുത്ത നിലപാട്. അത് കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് F-35 F-35 കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് ട്രംപിന്റെ ആദ്യ ഭരണകൂടം ഭരിച്ചിരുന്ന സമയത്ത് ഒരു എഗ്രിമെന്റ് തയ്യാറാക്കിയതാണ്. ഏതാണ്ട് 2022 30 F-35 സൗദി അറേബ്യയ്ക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതിനകത്ത് കസഖസ്ഥാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കസഖസ്ഥാൻ എടുത്തിരിക്കുന്ന നിലപാട് അത് വളരെ ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു നിലപാടാണ്. കസഖസ്ഥാന് ലോങ് റണ്ണിൽ ദോഷം ചെയ്യുന്ന ഒരു നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത്. കസഖസ്ഥാനൊക്കെ ഇപ്പോൾ അബ്രഹാം അക്കോർഡിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ട്രംപ് വെറുതെ ജസ്റ്റ് ഒരു ബ്ലണ്ടർ, അതായത് എൻ്റെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് ഞാൻ എന്ത് നിലപാടുകളാണ് എടുത്തിരുന്നത്, അബ്രഹാം അക്കോർഡുമായിട്ട് മുന്നോട്ട് പോവുക, അതിൻ്റെ എക്സ്പാൻഷൻ നോക്കുക, അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഞാൻ തുടരുന്നു, എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കസഖസ്ഥാനെ കൊണ്ട് അബ്രഹാം അക്കോർഡിലേക്ക് സൈൻ ചെയ്യിപ്പിച്ചത്. ഇതൊരു തുടക്കമായിട്ട്, അതായത് കസഖസ്ഥാൻ ഒരു പാർഷ്യലി ഒരു ഇസ്ലാമിക് ഓറിയന്റഡ് കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെന്ന് ട്രംപിന് അവകാശം പറയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. റഷ്യ അപ്പുറത്തെ സൈഡിൽ, ഈ റഷ്യ വളരെ അടുത്ത് തന്നെ കിടക്കുന്ന, ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ് കസഖസ്ഥാൻ. ഈ കസഖസ്ഥാനുമായിട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന ഡിപ്ലോമാറ്റിക് ക്ലാഷ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, MI6 ഇടപെടൽ കസഖസ്ഥാനിലേക്ക് വരാൻ പോവുകയാണ്. വെസ്റ്റേൺ സൈഡിലേക്ക് ഒരു ചായ്വ് കസഖസ്ഥാൻ കാണിക്കുന്നുണ്ട്. അത് തെറ്റായ ഒരു നടപടിയാണ് കസഖസ്ഥാന്റെ ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷൻ അനുസരിച്ച്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, റഷ്യക്കുള്ളിൽ ഒരുപാട് ഡ്രോൺ ആക്രമണങ്ങൾ ഈ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് പലതും നാറ്റോ രാജ്യങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വാർത്ത. MI6 ഇടപെടൽ അതിനകത്ത് വളരെ ശക്തമായിട്ടുണ്ടാകുന്നുണ്ട്. കസഖസ്ഥാനാണ് റഷ്യക്കുള്ളിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട റൂട്ട് മാപ്പിൽ ഇടയിൽ കിടക്കുന്ന രാജ്യം എന്നാണ് ഇപ്പം പൊതുവിൽ ഇന്റലിജൻസ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇത് കസഖസ്ഥാൻ ഏത് രീതിയിൽ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം റഷ്യ എങ്ങനെയാണോ ഉക്രൈനെതിരെ ഒരു നടപടി എടുത്തിരിക്കുന്നത്, ഇതേ നടപടി നാളെ കസഖസ്ഥാനെതിരെ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇത് തള്ളിവിടും. ഇത് കസഖസ്ഥാൻ ഭരിക്കുന്ന ഭരണാധികാരിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അയാൾ ഒരു ടാക്ടിക്കൽ മൂവ് നടത്തിയിട്ടുണ്ട് റഷ്യയുമായിട്ട്. അത് ഈ അമേരിക്കൻ വിസിറ്റ് കഴിഞ്ഞിട്ടാണ്. എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്തിട്ട് പുള്ളിക്കാരൻ കസഖസ്ഥാനിലേക്ക് മടങ്ങി വന്നതിന് ശേഷം റഷ്യയുമായിട്ട് ഒരു ഡീലിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് ബാക്ക് ഡോറിൽ. പക്ഷേ റഷ്യയെ പുള്ളിക്കാരൻ വിചാരിച്ചിരിക്കുന്നത് അമേരിക്കയുമായിട്ട് ചേർന്ന് നിന്നിട്ട് ഈ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് കൂട്ടുകൂടി നിന്ന് കഴിഞ്ഞാൽ റഷ്യയുടെ അടുത്ത് നിന്ന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ള രീതിയിൽ എഗ്രിമെന്റിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടി, നെഗോഷിയേഷനിൽ കുറച്ച് അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ശ്രമിച്ചത്. പക്ഷേ റഷ്യ കസഖസ്ഥാന്റെ കാസിം ജമാത്ത് തൊക്കേവ് പുള്ളിക്കാരൻ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഈ തക്കേവ് അമേരിക്ക സന്ദർശനം കഴിഞ്ഞ് വന്നപാടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെക്കാളും ഒരു പടി മുകളിലാണ് ട്രംപിനെ അപ്രിഷ്യേറ്റ് ചെയ്തത്. അപ്പോൾ അയാൾ പറഞ്ഞ വാചകം ഇതാണ്, ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. ട്രംപിനെ അപ്രിഷ്യേറ്റ് ചെയ്തത്, യു ആർ ദ ഗ്രേറ്റ് ലീഡർ. അതായത് കസഖസ്ഥാന്റെ പ്രസിഡന്റ് ട്രംപിനെ നോക്കി പറയുന്ന വാചകങ്ങളാണ് കേട്ടോ.
You are the great leader, statesman, sent by heaven to bring common sense and traditions that we all share and value back. Millions of people in so many countries are so grateful to you. You are a great statesman, sent to restore common sense and tradition to American politics and diplomacy. ഗ്രേറ്റ് ലീഡർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒറ്റ വാചകം മതി, അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയേണ്ടതില്ല. അപ്പോൾ ആ രീതിയിൽ അമേരിക്കൻ സ്തുതി പാടിക്കൊണ്ട് മടങ്ങി വന്ന തൊക്കയേവിനെയാണ്, കാസിം തൊക്കയേവിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് റഷ്യ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റഷ്യ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യത്തെ ആ ഒരു കോളിൽ കൊടുത്തില്ല, തൊക്കയേവിനെ റിജക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കാര്യം റഷ്യയുടെ വിയോജിപ്പ് വളരെ വ്യക്തമാണ്. ഈ കസഖസ്ഥാനിലുള്ള ഒരു സർക്കാരിന് പൊതുവെ അവർക്കൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റഷ്യയുമായിട്ട് ചേർന്നുള്ള നിലപാടേ എടുക്കാൻ പറ്റൂ. കാരണം ഡയറക്റ്റ് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ ഉസ്ബെക്കിസ്ഥാനെ നോക്കിക്കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രസിഡന്റും നേരെ അമേരിക്കയിലേക്ക് പോയിട്ട് 100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള പദ്ധതിയുമായിട്ടാണ് മടങ്ങി വന്നിരിക്കുന്നത്. 100 ബില്യൺ അങ്ങോട്ട് അമേരിക്കയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. ഇപ്പോൾ അമേരിക്ക ഇടപെടൽ നടത്തിക്കൊണ്ട് ബ്രിട്ടന്റെ MI6 എന്ന് പറഞ്ഞ ഇന്റലിജൻസിനെ കസഖസ്ഥാന്റെ ഉള്ളിലേക്ക് കയറ്റിവിടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് തക്കൈവിന് അറിയാം, അറിയാത്ത വിഷയമൊന്നുമില്ല. റഷ്യ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ കസഖസ്ഥാനും ഇസ്രായേലും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യുന്ന മാതിരിയുള്ള ഒരു പ്രശ്നവുമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. 1992 മുതലേ നല്ല രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇസ്രായേലുമായിട്ട് ഉള്ള രാജ്യമാണ് കസഖസ്ഥാൻ. പിന്നെന്തിനാണ് അവിടെ അബ്രഹാം അക്കോർഡ്? അതേപോലെ 15 മുതൽ 20% കസഖസ്ഥാന്റെ ഓയിൽ ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ നീഡും അവിടെ നടക്കുന്നുണ്ട്. നല്ല ബന്ധമുള്ള രാജ്യങ്ങൾ തമ്മിൽ എന്തിനാണ് പിന്നെ അബ്രഹാം അക്കോർഡ്? അപ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം. കാരണം ഇത് ഇസ്രായേലിന് വേണ്ടി ഉണ്ടാക്കിയ അബ്രഹാം അക്കോർഡ് അല്ല. അബ്രഹാം അക്കോർഡിന്റെ മറവിൽ റഷ്യക്കെതിരെ ഇന്റലിജൻസ് കെണിയൊരുക്കുന്നതിന്റെ ഭാഗമായിട്ട് കസഖസ്ഥാൻ എന്ന് പറഞ്ഞ സെൻട്രൽ ഏഷ്യൻ രാജ്യത്തിനെ അമേരിക്കൻ ചേരിയിലേക്ക് വലിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 2001 മുതൽ 2004 വരെ നെതന്യാഹുമായിട്ട് കസഖസ്ഥാന്റെ പ്രസിഡന്റിന് നല്ല രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു. ടെലിഫോൺ കോൾ, അവർ തമ്മിൽ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക കസഖസ്ഥാനിന് കൊടുത്തിരിക്കുന്ന വെച്ചാൽ $4 ബില്യൺ വർത്ത് വരുന്ന ഒരു റെയിൽവേ വാഗൺ, അതിൻ്റെ ഒരു പ്രോജക്റ്റ്. അതായത് ഈ റെയിൽവേയിൽ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന, ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കുന്ന സാധനം, അതിനെയാണ് ഈ റെയിൽവേ വാഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം അമേരിക്ക $4 ബില്യൺ വർത്ത് വരുന്ന പ്രോജക്റ്റ്, ട്രാക്ക് ഉൾപ്പെടെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൃത്യമായിട്ട് ഈ ഒരു ട്രാക്ക് പണിത്, പുതിയ ട്രാക്ക് പണിയുന്നത് മുതൽ ഈ വാഗൺ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അമേരിക്ക ചെയ്യും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി തന്നെ കസഖസ്ഥാന്റെ ഉള്ളിൽ സോവിയറ്റ് ടൈമിൽ തന്നെ ബിൽഡ് ചെയ്ത ഈ റെയിൽവേ വാഗൺ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട്. അവിടെ ഉള്ള സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് അമേരിക്കയിൽ നിന്നും ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് പറഞ്ഞാൽ, ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലെ ആൾക്കാരെ കൃത്യമായിട്ട് ഇതിനകത്ത് അണിചേർത്ത് കസഖസ്ഥാന്റെ ഉള്ളിലേക്ക് കൊണ്ട് ഇറക്കി വിടണം. അതാണ് പ്ലാൻ. അപ്പോൾ അതിനൊരു പ്രോജക്റ്റ് വേണം. അതിനൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ്, റെയിൽവേ വാഗൺ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒപ്പുവെച്ചിട്ടാണ് കസഖസ്ഥാന്റെ പ്രസിഡന്റ് കാസിം ടക്കേവ് ഇപ്പം കസഖസ്ഥാനിൽ പോയിരിക്കുന്നത്. അപ്പം കസഖസ്ഥാൻ സെൻട്രൽ ഏഷ്യയിലും അതേപോലെ യൂറേഷ്യയിലും ഈ രണ്ട് മേഖലകളിലും അമേരിക്കയുടെ വക്താവായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതാണ് വൈറ്റ് ഹൗസിൽ പോയിട്ട് ചിരിച്ചിരിച്ച് സംസാരിച്ചിട്ട് വന്നത് അതാണ്. പക്ഷെ അതിൻ്റെ പണി ഇവിടെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് കിട്ടും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യ ഇപ്പം കസഖസ്ഥാൻ്റെ അടുത്ത് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇത് മറ്റൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കസഖസ്ഥാൻ്റെ ഫൈനാൻഷ്യൽ സെൻറ്റർ ഉണ്ട്, അസ്താന ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സെൻറ്റർ. ഈ ഫൈനാൻഷ്യൽ സെൻറ്റർ ശരിക്കും ഇംഗ്ലണ്ടിൻ്റെ വെയിൽസിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പം ഇവിടെ ഇംഗ്ലണ്ടിന് നിർണായകമായിട്ടുള്ള സ്ഥാനമുണ്ട്. കാരണം അത്രമാത്രം പോളിസി ഓറിയന്റഡ് ആണ്. അതും വളരെ സിമിലർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് MI6 ഈ അസ്താന ഫിനാൻഷ്യൽ സെന്റർ ത്രൂ നാറ്റോ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പൈ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെല്ലാം തന്നെ ഇന്റലിജൻസിൽ നിന്ന് വരുന്ന വിവരങ്ങളാണ്. അപ്പോൾ ഈ സ്പൈ വർക്ക് റഷ്യ ഓൾറെഡി തന്നെ മണത്ത് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് കിടക്കുന്ന പ്രശ്നം. കാതലായ പ്രശ്നം ഇതാണ്. AIFC എന്ന് വിളിക്കപ്പെടുന്ന അസ്താന ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സെന്റർ, ഇതിന്റെ ബോഡി ഓഫ് കൺട്രോൾ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ വെയിൽസുമായിട്ട് നല്ല രീതിയിൽ ലിങ്കിലുള്ള ഒരു സ്ഥാപനമാണിത്. അവിടെ ഈ ഫിൻടെക്കുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാസ്ട്ര എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഫിനാസ്ട്ര എന്ന് പറയുന്നത് UK ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി എല്ലാം തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള ലിങ്ക് ഉണ്ട്. അപ്പോൾ MI6 ഇവിടെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നും അതുകൊണ്ട് നാറ്റോ രാജ്യങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് റഷ്യയുടെ ആ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ഇന്റലിജൻസ് ഗ്യാദറിംഗ് ഒക്കെ നടത്തി കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഡ്രോൺ അറ്റാക്കോ മിസൈൽ അറ്റാക്കോ ഏത് രീതിയിലും കസഖസ്ഥാനെ യൂസ് ചെയ്യാനുള്ള സാധ്യത ഭാവിയിൽ വളരെ കൂടുതലാണ്. ഇത് റഷ്യ മുൻകൂട്ടി കാണുന്നുണ്ട്. ഇത് അടുത്തൊരു ഉക്രൈനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ഞാൻ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അമേരിക്കയിൽ നിന്ന് മടങ്ങി എത്തിയ ഉടനെ ഈ കാസിം തക്കേവ്, കസഖസ്ഥാന്റെ പ്രസിഡന്റ്, പുള്ളിക്കാരൻ നവംബർ 12-13 ദിവസങ്ങളിൽ മോസ്കോ വിസിറ്റ് ചെയ്തു. അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ വെസ്റ്റേൺ അലൈയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിങ്ങളുടെ ലാൻഡ് ഉപയോഗിച്ചുകൊണ്ട് റഷ്യക്കെതിരെ ഡ്രോണും കാര്യങ്ങളൊക്കെ കടന്നു വരുന്ന രീതി, ഇതെല്ലാം തന്നെ തടഞ്ഞു നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള ഒരു താക്കീതാണ് കൊടുത്തയച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വിഷയം അവിടെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും അതിൽ ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും.
കസഖസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുലിവാലി പിടിച്ച അവസ്ഥയാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് നാറ്റോ സഖ്യങ്ങളൊക്കെ കസഖസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടിരിക്കുന്ന സാഹചര്യം. അതിന് തടയും വേണം. ഇപ്പുറത്ത് പുടിനാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്, അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ പുലിവാലി പിടിച്ച അവസ്ഥയാണ് കസഖസ്ഥാന്റെ പ്രസിഡന്റ് കാസിം ടക്കേവിന്. ഇനിയിപ്പോൾ നമ്മൾ സൗദി അറേബ്യയ്ക്ക് F-35 കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ 2022 ഈ F-35 30 F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ സൗദി അറേബ്യയ്ക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ നോട്ടീസ്. ഇസ്രായേൽ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് നോട്ടീസ് കൊടുത്തിരുന്നു, അത് പാടില്ല. മിഡിൽ ഈസ്റ്റിൽ ഒരു സ്റ്റെൽത്ത് പവർ ഇസ്രായേലാണ്, അത് എന്നേക്കും ഞങ്ങൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് F-35 ഞങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് മൊമെന്റിലും സൗദി അറേബ്യ ഇസ്രായേലിനെതിരെ തിരിയാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇസ്രായേലുമായിട്ട് ഇല്ല ഞങ്ങൾ അബ്രഹാം അക്കോർഡിലൊക്കെ സൈൻ ചെയ്യാം, എല്ലാം ഓക്കെയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി മയപ്പെടുത്തിയ ഡയലോഗുകളുമായിട്ട് സൗദി അറേബ്യ വന്നത്. നമ്മൾ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നമ്മൾ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് $600 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്യുമെന്നാണ് സൗദി രാജകുമാരനായിട്ടുള്ള MBS പറഞ്ഞത്, മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ $600 ബില്യൺ ഇപ്പോൾ മേടിച്ചെടുക്കുകയും വേണം. അതിൽ പ്രധാനപ്പെട്ട ഡിമാൻഡ് സൗദി അറേബ്യയ്ക്കുള്ളത് ഈ 30 F-35 ഫൈറ്റർ ജെറ്റുകളാണ്. F-35നെ കുറിച്ച് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റ് തന്നെയാണ് F-35. അതിൽ സംശയമൊന്നുമില്ല. വളരെ വൃത്തിയായിട്ടുള്ള സ്റ്റെൽത്തൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അമേരിക്ക ഉയർത്തുന്ന അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിൽ ഈ F-35 സൗദി അറേബ്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചൈനയ്ക്ക് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ചൈനയുടെ ഒരു പേടി ആഗോള തരത്തിൽ തന്നെ അമേരിക്ക ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ചൈനയുമായിട്ട് നടത്തിയ ഒരു ചർച്ച പരാജയമാണ്. അത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള ചൈനയ്ക്കെതിരെയുള്ള വെല്ലുവിളികൾ ഇങ്ങനെ ഉയർത്തുന്നത് അമേരിക്ക. പല സാഹചര്യങ്ങളിൽ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം 1974 മുതലേ നല്ല രീതിയിലുള്ള ബന്ധമാണ് സൗദി അറേബ്യയുമായിട്ട് അമേരിക്കയ്ക്കുള്ളത്. വളരെ ഡീപ്പ് റൂട്ടഡ് ബന്ധമാണ്. അമേരിക്കയുടെ ഡോളറിന്റെ മൂല്യം ഉയർന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് സൗദി അറേബ്യയ്ക്കാണ്. കാരണം 70കൾക്ക് ശേഷം ഈ പെട്രോ ഡോളർ എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. സൗദി അറേബ്യയുമായിട്ട് എണ്ണ വാങ്ങിക്കുന്ന ഏതൊരു രാജ്യവും ഡോളർ കൊടുത്ത് മാത്രമേ എണ്ണ വാങ്ങിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഈ ഒരു പെട്രോ ഡോളർ. അല്ലാതെ ഈ സൗദി അറേബ്യയ്ക്കും അമേരിക്കയ്ക്കും തമ്മിൽ എന്താണ് സൗദി അറേബ്യയുടെ എണ്ണ വാങ്ങി അമേരിക്ക വിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഈ പെട്രോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഡോളർ കൊടുത്താൽ മാത്രമേ സൗദി അറേബ്യ എണ്ണ തരൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാ രാജ്യങ്ങൾക്കും ഡോളർ വേണം. ഡോളർ ഇല്ലാതെ എണ്ണ വാങ്ങിക്കാൻ പറ്റില്ല. എണ്ണ വാങ്ങിക്കാതെ അവരുടെ രാജ്യത്ത് ട്രാൻസ്പോർട്ടേഷൻ നടക്കത്തില്ല, കമോഡിറ്റി നടക്കില്ല, വ്യാപാരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്തു? ഡോളർ റിസർവ് കറൻസി ആയിട്ട് ഏറ്റവും കൂടുതൽ ശേഖരിക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടു. ഏറ്റവും കൂടുതൽ എക്സ്പെൻസസ് ഫ്യൂവലിനാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡോളറിന് ഡിമാൻഡ് വർദ്ധിച്ചു. അപ്പോൾ 70കൾക്ക് ഇപ്പുറം ഇതുവരെ ഡോളറെ പിടിച്ചു നിർത്തുന്നതിൽ സൗദി അറേബ്യയ്ക്ക് ഉണ്ടായിരുന്ന പങ്ക് ചെറുതല്ല. അവിടെയാണ് കോമ്പറ്റീറ്ററായിട്ട് ചൈന കടന്നു വരുന്നത്. ചൈന വന്ന് പറയുന്നു എൻ്റെ പോപ്പുലേഷനും എൻ്റെ ബിസിനസ് വോളിയമും ഇപ്പം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ട് 70കളുടെ സമയത്ത് 80കളുടെ സമയത്ത് 90കളുടെ സമയത്തൊക്കെ ഞാൻ നിനക്ക് ഡോളർ തന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പോലെ ഇപ്പോഴും നീ ഡിമാൻഡ് ചെയ്യരുത്. കാരണം ഞാൻ വലിയ രീതിയിലുള്ള കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത്ര വലിയ മാസമായിട്ടുള്ളൊരു ബിസിനസ് വേണമെന്നുണ്ടെങ്കിൽ നീ നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഒന്നെങ്കിൽ നിൻ്റെ കറൻസിയിൽ അല്ലെങ്കിൽ എൻ്റെ കറൻസിയിൽ ചെയ്യാം എന്നാണ് ചൈന പറഞ്ഞു വെച്ചത്. അതിന് പകരമായിട്ട് ചൈന സൗദി അറേബ്യയ്ക്കുള്ളിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് BRIയുടെ ഭാഗമായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് കമ്പോണന്റ് സൗദി അറേബ്യ ചൈനയുടെ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. സൗദി അറേബ്യ ഇന്ത്യ എത്രത്തോളം ഇറക്കുമതി ചെയ്യുന്നുണ്ടോ അതേ അളവിലോ അതിനേക്കാളും അധികമോ ചില മാസങ്ങളിലൊക്കെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ അതുകൊണ്ട് ചൈനയും ഒഴിവാക്കാൻ പറ്റത്തില്ല. ചൈനയുടെ ഇൻഫ്ലുവൻസ് സൗദി അറേബ്യയ്ക്കുള്ളിൽ പല മേഖലകളിൽ ഇൻക്ലൂഡിങ് അവരുടെ ഡിഫൻസ് മേഖലയിൽ വരെ ചൈനയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഇത്രത്തോളം ചൈന ഊറിക്കിടക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയ്ക്ക് F-35 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ സ്റ്റെൽത്ത് സീക്രട്ടുകളും അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചൈന ചോർത്തിയെടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ഉയർത്തുന്ന വെല്ലുവിളി സൗദി അറേബ്യയ്ക്ക് മുന്നിൽ. ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് F-35 വാങ്ങിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് കപ്പാസിറ്റി ഉള്ള ആരെ വേണേലും അതിനകത്ത് ക്യാപ്റ്റനായിട്ട് പൈലറ്റായിട്ട് നിയമിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കൺട്രോൾ അത് അമേരിക്കയുടേതാണ്. അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിനെ പരിശോധിക്കും. ആരെങ്കിലും ടെക്നോളജി ചോർത്തിയിട്ടുണ്ടോ ഇതെല്ലാം അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെല്ലാം തന്നെ അവർ പരിശോധിക്കും, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും, ഇതെല്ലാം അവർ മോണിറ്റർ ചെയ്യും കൃത്യമായിട്ട്. അപ്പോൾ ആ രീതിയിൽ മാത്രമേ ഈ സെല്ലിംഗ് നടക്കുന്നുള്ളൂ. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇത്രത്തോളം കൺട്രോൾ അമേരിക്ക സൂക്ഷിച്ചിട്ടും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയ്ക്ക് ഒരു F-35 കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നോക്കിയിരിക്കുന്നത്. ട്രംപിനാണെങ്കിൽ സൗദി അറേബ്യയുടെ പക്കൽ നിന്നും ഈ $600 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണം. എന്നാൽ F-35 കൊടുക്കാനും പാടില്ല.
ഇതിനെ എങ്ങനെ മറികടന്നുകൊണ്ട് സൗദി അറേബ്യയെ ടാക്കിൾ ചെയ്ത് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റുകൾ കൃത്യമായിട്ട് അമേരിക്കയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. F-35 $600 ബില്യൺ, ഇപ്പുറത്ത് ഇസ്രായേലിന്റെ തടസ്സം, ചൈനയുടെ വളർച്ച, ചൈനയുടെ കടന്നുകയറ്റം, പല ലോകരാജ്യങ്ങൾക്കുള്ളിലും ചൈനയുടെ കടന്നുകയറ്റം, ഇതൊക്കെ അമേരിക്കയെ അമ്പരപ്പിക്കുന്നുണ്ട്. അമേരിക്ക വളരെ ആലോചിച്ചാണ് കരുക്കൾ നീക്കുന്നത്. പണ്ടത്തെ പോലെ വളരെ ഫ്രീ ആയിട്ട് അമേരിക്കയ്ക്ക് അവരുടെ ഓക്ടോപസ് ടെൻറ്റക്കിൾസ് അങ്ങനെ വികസിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ബേസിസിൽ നമ്മൾ നറേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.